നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് മുരളി നെല്ലനാട് നോവൽസ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ മുരളി നെല്ലനാടിൻ്റെ തുളസീദളം അവസാന അധ്യായത്തിലേക്ക് കടക്കുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ഹരി ഉറക്കെ അലറി വിളിച്ച് രവി എഴുന്നേറ്റിരുന്നു. അയാൾ ശക്തിയായി കിതച്ചു. ശരീരം വിയർപ്പിൽ കുതിർന്നു. എന്താ എന്താ? അടുത്ത വരിയിൽ കിടന്ന ഒരാൾ അലർച്ച കേട്ടുണർന്നു. വെട്ടിവിറയ്ക്കുന്ന രവിയുടെ തോളിൽ അയാൾ കൈത്തലം വെച്ചു. സ്ഥലകാല ബോധം രവിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഓർമ്മയിൽ ഒന്നും തെളിഞ്ഞില്ല. ശിരസിൽ ഇടിമുഴക്കങ്ങളുടെ ഭീതിതമായ പ്രകമ്പനങ്ങൾ മാത്രം. തണ്ണി വേണമാ? മറ്റൊരാൾ അന്വേഷിച്ചു. പേക്കിനാവ് കണ്ടതാവൂ, അമ്മയെ ധ്യാനിച്ച് കിടന്നോളൂ. തലയിലേക്ക് പുതപ്പ് വലിച്ചു കയറ്റി അയാളും കിടന്നു. രവി തുറിച്ച കണ്ണുകളോടെ കുറേ നേരം അങ്ങനെ ഇരുന്നു. പതിയെ അയാളെല്ലാം ഓർമ്മിച്ചെടുത്തു. താൻ മൂകാംബികയിലാണ്. നിലത്ത് വിരിവച്ചുറങ്ങുകയായിരുന്നു. കണ്ടത് ഒരു ദുസ്വപ്നവും. ഹരി കൺമുന്നിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ച ആ ദൃശ്യം അയാളെ നടുക്കിക്കളഞ്ഞു. പാദം മുതൽ ശിരസ് വരെ നെടുകെ പിളർന്നതുപോലെ രവി പുളഞ്ഞു. ഒന്ന് മയങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെറുമൊരു സ്വപ്നമാണെന്ന് ആശ്വസിക്കാൻ രവിക്കായില്ല. ഹരിക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് ചിന്തിച്ചിരിക്കാൻ രവിക്ക് കഴിഞ്ഞില്ല. അയാൾ ബാഗുമെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. കാറുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അയാളല്ലാതെ ഒരു മനുഷ്യജീവിയും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. അപ്പോൾ വലതുഭാഗത്തുള്ള ലോഡ്ജിന് മുന്നിൽ ഒരു ടാക്സി വന്നു നിന്നു. അതിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നത് മഞ്ഞ വെട്ടത്തിൽ രവി കണ്ടു. മഞ്ഞു വകവയ്ക്കാതെ രവി ടാക്സിയുടെ നേരെ ഓടി. ഹരിയുടെ മരണവാർത്തയറിഞ്ഞ് രാത്രി തന്നെ ഏതാനും സഹപ്രവർത്തകർ ആശുപത്രിയിലെത്തി. വിവരം നാട്ടിലേക്ക് അറിയിക്കാനും മറ്റും അവർ ബാലുവിനെ സഹായിച്ചു. മൃതദേഹം പിറ്റേന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെക്കണമെന്ന തീരുമാനപ്രകാരം ജഡം മോർച്ചറിയിലേക്ക് മാറ്റി. ബോധശൂന്യയായ ഹിമയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മനോനില തെറ്റിയ മട്ടിലായിരുന്നു രാമൻകുട്ടി. അയാൾ പിറുപിറുക്കുകയും ഇടയ്ക്കിടെ പൊട്ടിക്കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ വേദനകളും സ്വയം കടിച്ചമർത്തി വിങ്ങിപ്പൊട്ടി ബാലുവും ഗംഗയും പിടിച്ചു നിന്നു. രാവിലെ മൃതദേഹം കോളേജിൽ കൊണ്ടുവന്നു. ഹരിയെ ഇഷ്ടപ്പെട്ടിരുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പനിനീർ പൂക്കൾ പ്രിയപ്പെട്ട അധ്യാപകൻ അർപ്പിച്ച് യാത്രാമൊഴി ചൊല്ലി. 12 മണിയോടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി. ഒപ്പം ബാലുവും രാമൻകുട്ടിയും കയറി. പിന്നാലെ കാറിൽ ഹിമയും ഗംഗയും ചില സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. ആംബുലൻസ് നന്ദിയത്തെത്തുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. വലിയൊരു ജനാവലി അവിടെ ഉണ്ടായിരുന്നു. ഒറ്റപ്പാലത്തേക്ക് ആരും വരേണ്ടതില്ലെന്ന് ബാലു ഭാർഗവനെ അറിയിച്ചിരുന്നു. സന്ധ്യ മുതൽ അവർ കാത്തിരിക്കുകയായിരുന്നു. ഹിമ കാറിൽ നിന്നിറങ്ങുന്നത് മുറ്റത്തു നിന്ന പ്രഭാകരനും പത്മജയും കണ്ടു. പത്മജ മകളുടെ അരികിലേക്ക് ഓടി വന്നു. മോളെ. മമ്മിയെ കണ്ടതും ഹിമ വിങ്ങിപ്പൊട്ടി. പത്മജ മകളെ ചേർത്ത് പിടിച്ചു. സങ്കടവും ദേഷ്യവും കൊണ്ട് അവർക്ക് ഒരക്ഷരം ശബ്ദിക്കാനായില്ല. ആരോടും ഒരു വാക്കു പറയാതെ അവൾ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരുന്നു. സിദ്ധാർത്ഥന്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഒരു രാത്രി വെന്തുനീറി. പകൽ ബാലുവിന്റെ ഫോൺ വരുമ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. ഹിമ വീട്ടിലേക്ക് നടന്നപ്പോൾ പത്മജയ്ക്ക് പിന്തുടരാതെ നിവൃത്തിയില്ലെന്ന് വന്നു. രവി എവിടെ? ആ ചോദ്യം ശക്തിപ്പെട്ടത് പെട്ടെന്നായിരുന്നു. ഭാർഗവൻ ധരിച്ചത് ഒറ്റപ്പാലത്തേക്ക് അവനും പോയിട്ടുണ്ടെന്നാണ്. ഭാർഗവൻ ബാലുവിന്റെ അടുത്ത് ചെന്നു. രവി എവിടെ? രവി മൂകാംബികയിൽ പോയത്രേ. ഇടർച്ചയോടെ അയാൾ പറഞ്ഞു. ഈശ്വര, അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ആരുമില്ലാണ്ടായല്ലോ. ഭാർഗവൻ നടുങ്ങിപ്പോയി. ആ വാർത്ത നിമിഷങ്ങൾ കൊണ്ട് എല്ലായിടത്തും പടർന്നു. ഹരിയുടെ ശരീരം കുളിപ്പിച്ച് കോടി പുതപ്പിച്ച് ഹാളിൽ കൊണ്ടുവന്ന് കിടത്തി. മമ്മിയുടെ അരികിൽ വിങ്ങിപ്പൊട്ടി നിന്ന ഹിമയുടെ നിയന്ത്രണം മറ്റുപോയി. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ ഹരിയുടെ അരികിൽ വന്നിരുന്നു. ഹരി, അവൾ വിലപിച്ചു. ആ രംഗം കണ്ടുകൊണ്ടാണ് അടിമുടി പടർന്ന വിറയലോടെ സേതുലക്ഷ്മി ഹാളിലേക്ക് കയറി വന്നത്. അവൾക്ക് പിന്നാലെ വിറങ്ങലിച്ച് പിഷാരടിയും ഉണ്ടായിരുന്നു. ഹരിയുടെ മുഖം കണ്ടിട്ട് സേതുലക്ഷ്മിക്ക് ആളെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. അവൾ വാപൊത്തി വിങ്ങിക്കരഞ്ഞു. ഒരു പൊട്ടിക്കരച്ചിലോടെ ഹിമയുടെ അരികിൽ ചെന്നിരുന്നു. ഹിമ. ആ സ്വരം ഹിമ പൊടുന്നനെ തിരിച്ചറിഞ്ഞു. അശ്രുകലുഷിതമായ മുഖമുയർത്തി അവൾ സേതുലക്ഷ്മിയെ നോക്കി. അടുത്ത നിമിഷം അവളെ ചുറ്റിപ്പിടിച്ച് തോളിൽ മുഖം ചേർത്ത് ഹിമ ഉറക്കെ കരഞ്ഞു. എൻ്റെ ഹരി പോയി സേതു.
ഹിമയെ മുറുക്കി പുണർന്ന് സേതുലക്ഷ്മിയും നിലവിളിച്ചു പോയി. മുറ്റത്തും പൂമുഖത്തും നിന്ന ആളുകൾ കൂട്ടവിലാപം കേട്ട് ഹാളിലേക്ക് കയറി വന്നു. ആ പെരുപ്പിലും ഭാർഗവന്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ കടന്നു വന്നു. ഹരിയിൽ നിന്ന് ബന്ധം വേർപെടുത്തി പോയവളാണ് ഹിമ. ഇപ്പോ അവൾ മറ്റൊരാളിന്റെ ഭാര്യയാണ്. രവി ആട്ടി ഓടിച്ച സേതുലക്ഷ്മി വീണ്ടും എന്തിനിവിടേക്ക് വന്നു? രവിയുടെ ഭാര്യ മോഹിനി എവിടെ? താൻ അറിയാതെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഭാർഗവൻ ഊഹിച്ചു. പിഷാരടി കണ്ടു നിൽക്കാനാകാതെ വേച്ചു വേച്ച് പൂമുഖത്ത് വന്നു. രണ്ടാം മുണ്ടുകൊണ്ട് അയാൾ കണ്ണുകൾ വൃഥാ തുടച്ചുകൊണ്ടിരുന്നു. ഹരിസാർ എങ്ങനെയാണ് മരിച്ചതെന്നൊരു വിവരവുമില്ല. മരിച്ചുവെന്ന് വിശ്വസിക്കാനും മനസ്സു പാകപ്പെട്ടിട്ടില്ല. രാത്രി 8 മണിയോടടുപ്പിച്ച് പോസ്റ്റ്മാൻ ശ്രീധരൻ ഓടിക്കിതച്ചു വന്ന് വിവരം പറയുകയായിരുന്നു. ബാലുവിന്റെ വീട്ടിൽ നിന്നാണത്രേ വിളിച്ചു പറഞ്ഞത്. മുറ്റത്ത് അക്ഷമനായി നിൽക്കുന്ന പ്രഭാകരനെ പിഷാരടി കണ്ടു. ഒരു നാട്ടുപ്രമാണി ഭാർഗവന്റെ അടുത്ത് വന്നു. മരിച്ചു നേരത്തോട് നേരായില്ലേ? ഇനിയും കിടത്തുന്നത് ശരിയാണോ? രവി വരുമെന്ന് ഉറപ്പുണ്ടോ? അജയനും കുറെ പേരും അവർക്ക് ചുറ്റും കൂടി. രവി എവിടാന്നറിയില്ല, എടുത്തോളൂ. ഇടർച്ചയോടെ ഭാർഗവൻ സമ്മതം പറഞ്ഞു. അന്ത്യകർമ്മങ്ങൾ ആരു ചെയ്യുമെന്ന് അപ്പോഴും നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല. മുറ്റം മുതൽ ചിത വരെ കുരുത്തോല തൂക്കിയിരുന്നു. തണുത്ത കാറ്റ് സദാ ചുറ്റിയടിച്ചുകൊണ്ടിരുന്നു. ദേവിയമ്മയുടെ ചിത എരിഞ്ഞതിനടുത്തായിരുന്നു ഹരിക്കും ചിതയൊരുക്കിയത്. അന്ത്യകർമ്മങ്ങൾക്കായി ജഡം മുറ്റത്ത് നാക്കിലയിൽ കിടത്തി. പൂവും നീരും നൽകാൻ ആദ്യം വന്നത് ഹിമയായിരുന്നു. ഹരിയുടെ കാൽപാദം തൊട്ട് വന്നിക്കാൻ തുനിയുമ്പോഴേക്കും അവൾ ബോധമറ്റ് ജഡത്തിലേക്ക് വീണുപോയി. എല്ലാവരും സ്തംഭിച്ചു നിന്നു. കുട്ടിയെ എടുക്കൂ, പരികർമ്മി നിർദ്ദേശിച്ചു. ഹിമയെ താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉദകക്രിയ കഴിഞ്ഞപ്പോൾ ജഡം ചിതയിലേക്ക് എടുക്കേണ്ട സമയമായി. എടുക്കാം, പരികർമ്മി പറഞ്ഞു. ആ സമയം ഒരു കാർ നന്ദിയത്ത് വീട്ടുമുറ്റത്ത് വന്ന് നിന്നു. പൊടുന്നനെ ആൾക്കൂട്ടത്തിൽ ആരവമുയർന്നു. രവി വന്നു. ആർക്കും അത് വിശ്വസിക്കാനായില്ല. ആൾക്കാർക്കിടയിലൂടെ നിലവിളിച്ചുകൊണ്ട് രവി ഭ്രാന്തനെ പോലെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഹരിയുടെ മുന്നിൽ വന്ന് ഒരു നിമിഷം അയാൾ തറഞ്ഞു നിന്നു. അടുത്ത ക്ഷണം അലർച്ചയോടെ ഹരിയുടെ നെഞ്ചിൽ വീണു. എന്റെ പൊന്നുമോനെ, രവിയേട്ടനെ തനിച്ചാക്കി നീ മാത്രം പോയോടാ. മുഴുവൻ പേരും തരിച്ചു നിന്നുപോയി. ഒന്നിച്ചു പിറന്നതല്ലേടാ നമ്മൾ. എന്നോട് പറഞ്ഞിട്ട് നീ മാത്രം പോയല്ലോടാ. ഹരിയുടെ മുഖം പിടിച്ച് അയാൾ ഉമ്മ വച്ചു. ശരീരം വലിച്ചെടുത്ത് നെഞ്ചോട് പുണർന്നു. അയാൾക്ക് സമനില തെറ്റിയതായി എല്ലാവർക്കും തോന്നി. അജയനും മറ്റു 2 പേരും ചേർന്ന് രവിയെ പിടിച്ചുയർത്തി. എന്നെ വിടൂ. രവി കുതറിക്കൊണ്ടിരുന്നു. രാമൻകുട്ടി വേച്ചു വന്ന് രവിയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. മോനെ, സഹിക്കടാ. അയാൾ വിങ്ങിപ്പൊട്ടിക്കേണു. രവി കുട്ടിമാമനെ തിരിച്ചറിഞ്ഞു. കുട്ടിമാമ, അവൻ മാത്രമായി പോയില്ലേ? കണ്ടില്ലേ കിടക്കണത്? രവി ശിരസിൽ തല്ലി. രവിയെ കെട്ടിപ്പുണർന്ന് രാമൻകുട്ടി പൊട്ടിക്കരഞ്ഞു. ഇനി താമസിക്കണ്ട, പരികർമ്മി ഓർമ്മിപ്പിച്ചു. ജഡം ചിതയിലേക്കെടുത്തു. 2 പേർ ബലമായി പിടിച്ചിട്ടാണ് രവിക്ക് കർമ്മങ്ങൾ ചെയ്യാനായത്. ചിതയ്ക്ക് തീ കൊടുക്കുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് തീ പകരുന്ന അനുഭവമാണ് അയാൾക്കുണ്ടായത്. ബോധശൂന്യനായി അയാൾ നിലം പതിച്ചു. അജയനും മറ്റും ചേർന്ന് രവിയെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. ചിതയിൽ തീ ആളിപ്പടർന്നപ്പോൾ ആളുകൾ പിരിഞ്ഞു തുടങ്ങി. അടുത്തുനിന്ന് നെല്ലിമരത്തിൽ മുഖം വച്ച് ബാലു പൊട്ടിക്കരഞ്ഞു. എന്റെ ഹരി, ഞാനിതെങ്ങനെ സഹിക്കുമെടാ. ഒറ്റപ്പാലത്ത് നിന്ന് വന്നവർ രാത്രി തന്നെ മടങ്ങി. ഒരിക്കലും മറക്കാത്ത തീരാവേദനയുമായാണ് ഗംഗ തിരിച്ചുപോയത്. സേതുലക്ഷ്മിയുടെ തോളിൽ മുഖം ചാച്ചിരുന്ന ഹിമയുടെ അരികിൽ പത്മജ വന്നു. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം, പത്മജ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഹിമ ചലിച്ചില്ല. പത്മജ ബലം പ്രയോഗിച്ച് ഹിമയെ സേതുലക്ഷ്മിയിൽ നിന്ന് അടർത്തി മാറ്റി പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. മുറ്റത്ത് അസ്വസ്ഥനായി നിന്ന പ്രഭാകരൻ കാറിനടുത്തേക്ക് നീങ്ങി. പത്മജ മകളെയും കൂട്ടി കാറിൽ കയറി. ഒരു കുതിപ്പിന് കാർ ഗേറ്റ് കടന്നുപോയി. ഹിമ പോയതോടെ ആൾക്കൂട്ടത്തിൽ സേതുലക്ഷ്മി ഒറ്റപ്പെട്ടു. ആ വീട്ടിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ശാലിനിയുടെയും ചെറിയമ്മയുടെയും നോട്ടം അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. ഈ വീട് തൻ്റേതാണ്, പക്ഷേ താൻ ഇവിടെ തീർത്തും അന്യയാണ്. പടിക്ക് പുറത്താക്കിയിട്ടും വലിഞ്ഞു കയറി വന്നവളെപ്പോലെയാണ് പലരും നോക്കുന്നത്. അവൾ എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്നു. പൂമുഖത്തിരുന്ന പിഷാരടി അവൾക്കടുത്തു വന്നു. പോകാമച്ച, ഇടനെഞ്ചു പൊട്ടി അവൾ പറഞ്ഞു. പിഷാരടി ശിരസനക്കി. ഊർന്നുപോയ 2ാം മുണ്ട് തോളിലിട്ട ശേഷം അയാൾ മുറ്റത്തേക്കിറങ്ങി. ബാലു തിടുക്കത്തിൽ അങ്ങോട്ട് വന്നു. രാത്രി തന്നെ പോണോ? അമ്പരപ്പോടെ അയാൾ ചോദിച്ചു. പോണം സാറേ, ഇവിടെ ഞങ്ങൾ അന്യരല്ലേ.
പിഷാരടിയുടെ സ്വരം ചിലമ്പി. കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങൾ വന്ന ഓട്ടോ പുറത്തുണ്ട്. ഞങ്ങളെ അറിയിക്കാൻ ബാലുസാറിന് മനസ്സ് വന്നതിലും നന്ദിയുണ്ട്. മകളെയും കൂട്ടി പിഷാരടി പുറത്തേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ പത്മാലയത്തിനു മുന്നിൽ സിദ്ധാർത്ഥന്റെ കാർ വന്നു നിന്നു. അയാളുടെ വരവറിഞ്ഞ് പ്രഭാകരന്റെയും പത്മജയുടെയും നെഞ്ചിലൂടെ ഒരു മിന്നൽ പുളഞ്ഞു. കനത്ത മുഖവുമായി സിദ്ധാർത്ഥൻ കയറി വന്നു. പ്രഭാകരൻ ദീനനായി അയാളെ ഒന്ന് നോക്കി. കണ്ടു കിട്ടിയോ പുന്നാര മോളെ? സിദ്ധാർത്ഥൻ പരിഹസിച്ചു. പ്രഭാകരൻ ആയുധമില്ലാത്ത പോരാളിയെപ്പോലെ കീഴടങ്ങി നിന്നു. ചവിട്ടിക്കുലുക്കി അയാൾ സ്റ്റെയർ കേസ് കയറി. ഹിമയുടെ മുറിയിൽ കടന്നപ്പോൾ അവൾ കിടക്കുകയായിരുന്നു. എഴുന്നേൽക്കടി, അയാൾ അട്ടഹസിച്ചു. ഹിമ പതിയെ കണ്ണു തുറന്നു. സിദ്ധാർത്ഥനെ കണ്ടിട്ട് അവൾക്കൊരു ഭാവഭേദവും ഉണ്ടായില്ല. നിർജീവമായ മുഖത്തോടെ അവൾ എഴുന്നേറ്റിരുന്നു. മുറിക്ക് പുറത്ത് പിടയുന്ന നെഞ്ചോടെ പ്രഭാകരനും പത്മജയും വന്ന് നിൽപ്പുണ്ടായിരുന്നു. 2 ദിവസം നീ ആർക്കൊപ്പമായിരുന്നടി? എന്റെ വീട്ടിൽ നിന്ന് ഒരക്ഷരം പറയാതെ നീ എങ്ങോട്ടാണടി ഇറങ്ങിപ്പോയത്? അയാൾ പൊട്ടിത്തെറിച്ചു. അവൾ ശബ്ദിച്ചില്ല. കോപം കൊണ്ട് സിദ്ധാർത്ഥൻ ചുട്ടുപഴുത്തു. ഏതോ ഒരുത്തന്റെ ശവമേറ്റുവാങ്ങാൻ അവൾ പോയിരിക്കുന്നു. ലജ്ജ എന്നൊരു വികാരം നിനക്കൊണ്ടോടി? അയാൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്ന് പ്രഭാകരന് വ്യക്തമായി. ഹിമ മുഖമുയർത്തി സിദ്ധാർത്ഥനെ തീക്ഷ്ണമായി നോക്കി. ഹരി എനിക്ക് അന്യനല്ല, എൻ്റെ എല്ലാമാണ്. പ്രഭാകരനും പത്മജയും നടുങ്ങിപ്പോയി. സിദ്ധാർത്ഥന്റെ കണ്ണുകളിൽ ക്രൗര്യം തിളച്ചു. അപ്പോ ഞാൻ നിന്റെ ആരാടി? അലറിക്കൊണ്ട് അയാൾ 2 അടി മുന്നോട്ട് വച്ചു. ഹിമ കുലുങ്ങിയില്ല. എനിക്കറിയില്ല നിങ്ങളെൻ്റെ ആരാണെന്ന്. ഇക്കാലത്തിനിടയിൽ നിങ്ങൾക്കെൻ്റെ മനസ്സിൽ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും നിങ്ങളെന്നെ ചവിട്ടി താഴ്ത്തുകയായിരുന്നില്ലേ? ഹിമ ജ്വലിച്ചു. സിദ്ധാർത്ഥൻ പ്രഭാകരന്റെ നേരെ വെട്ടിത്തിരിഞ്ഞു. താലികെട്ടിയ ഭർത്താവിനോട് മകൾ തുറന്നടിച്ചത് കേട്ടില്ലേ? നോ, ഇനി എനിക്ക് സഹിക്കാനാകില്ല. ഇവളുടെ ഭാവം എന്തെന്ന് ഇപ്പൊ എനിക്കറിയണം. സിദ്ധാർത്ഥൻ അകംപുറം കത്തിയെരിഞ്ഞു. ഹിമയുടെ ഉള്ളിൽ നിന്നൊരു ഗദ്ഗതം പുറത്തേക്ക് തള്ളി. അവൾ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി വാതിൽ പിടിച്ചടച്ചു. മുഖത്ത് കെട്ടിയ അടിയായി സിദ്ധാർത്ഥൻ അത് തോന്നി. മോനെ, അവൾക്ക് എന്താ പറ്റിയതെന്ന് ഞങ്ങൾക്കറിയില്ല. നീ സമാധാനിക്ക്, ഞങ്ങൾ അവളോട് ചോദിക്കാം. പത്മജ കേണു. സിദ്ധാർത്ഥൻ അത് ശ്രദ്ധിക്കാതെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. കാറിന്റെ ഇരമ്പൽ കേട്ട് പ്രഭാകരൻ സിറ്റൗട്ടിലേക്ക് വന്നു. മുറ്റത്ത് ജയരാജന്റെ കാർ എത്തിയിരുന്നു. ഡോർ തുറന്ന് അയാൾ പുറത്തിറങ്ങി. കയറി വാ, പ്രഭാകരൻ ക്ഷണിച്ചു. 2 പേരും സ്വീകരണ മുറിയിൽ വന്നു. ഹിമ എവിടെ? ജയരാജൻ സെറ്റിയിലിരുന്നിട്ട് ചോദിച്ചു. മുറിയിലുണ്ട്. അടുക്കളയിൽ നിന്ന് പത്മജ അങ്ങോട്ട് വന്നു. അനുജനെ കണ്ടപ്പോ മൂടിക്കെട്ടിയ മുഖം പെയ്യാൻ തുടങ്ങി. നീ സിദ്ധുവിനെ കണ്ടോ? കണ്ടു. അവൻ അല്പം അയഞ്ഞിട്ടുണ്ട്. അവനെ കുറ്റപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയോ? ആ വീട്ടിൽ നിന്നല്ലേ അവൾ ഇറങ്ങിപ്പോയത്? ജയരാജന്റെ വാക്കുകളിൽ നീരസം തുടിച്ചു. അവളെ കുറ്റപ്പെടുത്താനും കഴിയില്ല ജയ. നമ്മളെല്ലാവരും നികൃഷ്ടനെ പോലെ ഹരിയെ ആട്ടി ഓടിച്ചതല്ലേ. അവന്റെ മനസ്സിന് പകരം വയ്ക്കാൻ മറ്റെന്തുണ്ട്? പ്രഭാകരന്റെ സ്വരം ചിലമ്പി. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രഭേട്ട. ഹിമയുടെ ജീവിതമല്ലേ നമുക്ക് പ്രധാനം. അവൻ ഇങ്ങോട്ട് വരുമോ? പത്മജ ആരാഞ്ഞു. ഇല്ല, അവൾ അങ്ങോട്ട് ചെല്ലണം. അത് കേട്ടുകൊണ്ടാണ് ഹിമ താഴേക്കിറങ്ങി വന്നത്. അവൾ മമ്മിയുടെ അരികിലായിരുന്നു. എന്താ അങ്കിൾ നിർത്തിക്കളഞ്ഞത്? സിദ്ധാർത്ഥൻ എല്ലാം ക്ഷമിച്ചിരിക്കുക. ഇറങ്ങിപ്പോന്നത് പോലെ തന്നെ മടങ്ങിച്ചെല്ലാനാ അവൻ ആവശ്യപ്പെടുന്നത്. തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ബോധവതിയാണെങ്കിൽ തെറ്റു തിരുത്താനും ഞാൻ തയ്യാറാ. ദൃഢമായിരുന്നു ഹിമയുടെ വാക്കുകൾ. പ്രഭാകരനും പത്മജയും ആശ്വാസത്തോടെ മുഖാമുഖം നോക്കി. ഹരിയുടെ മരണാനന്തര ചടങ്ങ് ഇന്നായിരുന്നില്ലേ? നാളെ തിരിച്ചു പോയാലോ? ജയരാജൻ തിടുക്കം വെച്ചു. വേണ്ടെങ്കിൽ മറ്റന്നാളായിക്കോട്ടെ. ഹിമ പതിയെ എഴുന്നേറ്റു. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചെയ്യണം. സേതുലക്ഷ്മിയെ നന്ദിയത്ത് കൊണ്ടുവരണം. ജയരാജന്റെ നെറ്റിയിൽ ചുളിവ് വീണു. ഇനിയും അങ്ങോട്ട് പോണോ മോളെ? ആ ചോദ്യം തന്നെയായിരുന്നു പ്രഭാകരന്റെയും പത്മജയുടെയും മനസ്സിലും. വേണം, പക്ഷേ പിന്നീട് ഒരിക്കലും ഞാൻ ആ വഴി പോകില്ല. നല്ല ഭാര്യയായി ഞാൻ കഴിഞ്ഞുകൊള്ളാം. ഹിമയുടെ മിഴികൾ അശ്രുപൂർണങ്ങളായി. ആരും പിന്നീട് ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് വൈകുന്നേരം ഹിമ തൻ്റെ കാറിൽ പിഷാരത്തേക്ക് തിരിച്ചു. മഞ്ഞ വെയിൽ വീണ സായാഹ്നമായിരുന്നു അത്. സേതുലക്ഷ്മി കോലായിലിരുന്ന് മാല കെട്ടുകയായിരുന്നു. പിഷാരടി കസേരയിൽ കിടപ്പുണ്ട്. പടികൾക്കു താഴെ ഒരു കാർ വന്നു നിന്നപ്പോൾ സേതുലക്ഷ്മി പിടഞ്ഞെഴുന്നേറ്റു.
ഹിമയുടെ കാർ അവൾ തിരിച്ചറിഞ്ഞു. ഹിമയാണച്ചാ? വിശ്വാസം വരാതെ അവൾ പറഞ്ഞു. കാറിൽ നിന്നിറങ്ങി പുഞ്ചിരിയോടെ ഹിമ പടികൾ കയറി വന്നു. സേതുലക്ഷ്മി മുറ്റത്തിന്റെ ഇറമ്പത്ത് വന്ന് അവളെ സ്വീകരിച്ചു. എന്റെ സേതു, ഈ വീട് കണ്ടുപിടിക്കാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടി. ഹിമ വളരെ സന്തോഷത്തിലാണെന്ന് സേതുലക്ഷ്മിക്ക് തോന്നി. വരൂ. രണ്ടാളും കോലായിൽ കയറി. അച്ഛന് സുഖമല്ലേ? ഹിമ പിഷാരടിയുടെ നേരെ തിരിഞ്ഞു. ഉവ്വ മോളെ. അയാളുടെ മുഖത്ത് അപ്പോഴും പകപ്പ് വിട്ടിരുന്നില്ല. ഞാൻ എന്തിനാ വന്നതെന്നാകും രണ്ടുപേരും ചിന്തിക്കുന്നത്. കാര്യം പറയാം. അധികാരവും അവകാശവും അച്ഛൻ എന്നോട് ചോദിക്കരുത്. സേതുവിനെ നന്ദിയത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. മുഖവുരയില്ലാതെ ഹിമ പറഞ്ഞു. പിഷാരടിയുടെ മുഖത്ത് ദൈന്യതയാണ് സ്ഫുരിച്ചത്. സേതുലക്ഷ്മി കല്ലിച്ച മുഖവുമായി കുനിഞ്ഞു നിന്നു. മുമ്പൊരിക്കൽ സേതുവിനെ കൂട്ടിക്കൊണ്ടു പോകാനാ രവിയേട്ടൻ വന്നത്. ഒപ്പം വിളിക്കാനുള്ള ധൈര്യമില്ലാതെയാ മടങ്ങിപ്പോയത്. ഹരി പറഞ്ഞിട്ടായിരുന്നു അന്ന് വന്നത്. ഏട്ടത്തിയമ്മയായി സേതുവിനെ നന്ദിയത്ത് കാണണമെന്ന് ഹരിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഹിമയുടെ തൊണ്ടയിടറി. കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. സേതുലക്ഷ്മിയും വിങ്ങിപ്പോയി. ഇവിടെന്ന് പോയ രവിയേട്ടൻ എങ്ങോട്ടോ പോയതായിരുന്നു. അവസാനമായി ഹരിയുടെ ജഡം ഒരു നോക്ക് കാണാൻ ആ മനുഷ്യന് ഭാഗ്യമുണ്ടായി. ഇന്ന് ഉമിത്തിയിൽ നീറി കെട്ടടങ്ങുകയാണ്. എവിടേക്കെങ്കിലും പൊയ്ക്കളയുമെന്ന് കുട്ടിമാമന് ഭയമുണ്ട്. സേതുലക്ഷ്മി ശബ്ദിച്ചില്ല. രവിയേട്ടൻ നന്ദിയത്തു നിന്ന് പോകുമെന്ന് ഉറപ്പാണ്. അമ്മയുടെയും ഹരിയുടെയും ആത്മാവിന് ഒരിക്കലും ശാന്തി ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഹിമ നൊമ്പരപ്പെട്ടു. സേതുലക്ഷ്മിയുടെ കവിളിലൂടെ കണ്ണീർ ചാൽ ഒഴുകി തുടങ്ങി. അവർക്ക് ആത്മശാന്തി നൽകാൻ നിനക്ക് മാത്രമേ കഴിയൂ. നന്ദിയത്തെ അമ്മയെപ്പോലൊരമ്മ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ സേതു? സേതുലക്ഷ്മി വിതുമ്പിക്കരഞ്ഞു. ഇനിയും വാശി പിടിക്കരുത്. രവിയേട്ടൻ ചെയ്ത തെറ്റുകൾ ഒരു പെണ്ണിനും പൊറുക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അയാൾക്കുപരി നിന്റെ മുന്നിൽ പലതുമുണ്ട്. ഹിമ സേതുലക്ഷ്മിയുടെ അരികിൽ വന്നു. തൂവാല കൊണ്ട് കണ്ണീർ തുടച്ചു. ആ മുഖം പിടിച്ചുയർത്തി. മറക്കാനും പൊറുക്കാനും കഴിയുന്ന ജന്മ സ്ത്രീയുടേത്. അതറിയാൻ വൈകിപ്പോയതാ എനിക്കുണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ കാരണം. ഹിമ പിഷാരടിയുടെ നേരെ തിരിഞ്ഞു. സേതുവിനെ ഞാൻ നന്ദിയത്തേക്ക് കൂട്ടിക്കൊണ്ടു പൊയ്ക്കോട്ടെ അച്ഛാ? പിഷാരടി സമ്മതമട്ടിൽ ശിരസനക്കിയിട്ട് മകളെ നോക്കി. എന്റെ കുട്ടി ഒപ്പം ചെല്ല്. സേതുലക്ഷ്മി സാരിത്തലപ്പ് പിടിച്ച് മുഖം പൊത്തിക്കരഞ്ഞു. ഇവിടെ തോൽക്കുകയല്ല സേതു, നീ വിജയിക്കുകയാണ്. അഹങ്കാരിയായ ഒരു പുരുഷൻ സർവവും നഷ്ടപ്പെട്ട് അഭയാർത്ഥിയെപ്പോലെ കാൽക്കൽ വന്ന് വീണ് കിടക്കുന്നു. ശാശ്വതമായ സ്നേഹമെന്തെന്ന് അയാൾ പഠിച്ചു കഴിഞ്ഞു. കാലുയർത്താം നിനക്ക്, പക്ഷേ ചവിട്ടരുത്. സേതുലക്ഷ്മി കണ്ണുകൾ തുടച്ചിട്ട് ഹിമയെ നോക്കി. അവൾ മധുരമായി മന്ദഹസിക്കുന്നതാണ് കണ്ടത്. ഹിമ സേതുലക്ഷ്മിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിഷാരടി ഒരു ദീർഘനിശ്വാസത്തോടെ മലർന്നു കിടന്നു. 10 മിനിറ്റിനുള്ളിൽ സേതുലക്ഷ്മി വേഷം മാറി അച്ഛൻ്റെ അരികിൽ വന്നു. അയാൾ ആർദ്രമായ മനസ്സോടെ എഴുന്നേറ്റു. നല്ലതേ വരൂ, അച്ഛൻ നാളെ അങ്ങോട്ട് വരാം. അയാൾ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. സേതുലക്ഷ്മി ഏങ്ങിക്കരഞ്ഞു. ഹിമ അവളുടെ കരം കവർന്നു. നമുക്കിറങ്ങാം, എനിക്ക് മടങ്ങിപ്പോകാനുള്ളതാ. പടികൾ ഇറങ്ങുമ്പോൾ സേതുലക്ഷ്മി തിരിഞ്ഞൊന്നു നോക്കി. അച്ഛൻ മുറ്റത്തു നിന്ന് കണ്ണൊപ്പുന്നു. ഇങ്ങനെയൊരു മടക്കയാത്ര പ്രതീക്ഷിച്ചതായിരുന്നോ? പ്രതീക്ഷിക്കുന്നതല്ലല്ലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നന്ദിയത്തെത്തുമ്പോൾ സന്ധ്യ പടർന്നിരുന്നു. ഹിമ കാറിൽ നിന്നിറങ്ങുന്നത് കണ്ടപ്പോൾ പൂമുഖത്തിരുന്ന രവി അമ്പരപ്പോടെ എഴുന്നേറ്റു. രവിയേട്ടൻ ഒന്നിങ്ങി വരൂ. അവിടെ നിന്ന് ഹിമ വിളിച്ചു. രവിയും രാമൻകുട്ടിയും ഒന്നിച്ചാണ് കാറിനടുത്ത് വന്നത്. ഇരുട്ടിൽ കാറിനകത്തിരുന്ന സേതുലക്ഷ്മിയെ അവർ കണ്ടില്ല. ഹിമ ഡോർ തുറന്ന് സേതുലക്ഷ്മിയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പുറത്തിറക്കി. ഇതാ സഹധർമ്മിണി, ഞാൻ തട്ടിക്കൊണ്ടുവന്നതാ. ഹിമ ചിരിയോടെ പറഞ്ഞു. രവി അടിമുടി പ്രകമ്പനം കൊണ്ടുപോയി. താനൊരു കിനാവ് കാണുകയാണോ എന്ന് പോലും അയാൾ ശങ്കിച്ചു. വലതുകാല് വെച്ച് ഏട്ടത്തിയമ്മ കയറിപ്പോയാട്ടെ. ഹിമ സേതുലക്ഷ്മിയെ പടികൾക്കരികിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. അറിയാതെ രവിയുടെയും സേതുലക്ഷ്മിയുടെയും കണ്ണുകൾ ഇടഞ്ഞു. അയാൾ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. എൻ്റെ മോളെ, നിനക്കിത് തോന്നിയില്ലോ? രാമൻകുട്ടി ഗദ്ഗദത്തോടെ പറഞ്ഞു. നാളെ ഇവിടുന്ന് പോകാനിരിക്കുകയായിരുന്നു ഇവൻ. ഇനി രണ്ടാളും സസുഖം ഇവിടെ തന്നെ കഴിയും കുട്ടിമാമ. കാരണവരായി കുട്ടിമാമനും. രാമൻകുട്ടി കവിളുകൾ അമർത്തി തുളച്ചിട്ട് എന്തോ അവ്യക്തമായി പിറുപിറുത്തു. എല്ലാവരും ഹാളിൽ വന്നു. മോൾക്കിനി തിരിച്ചു പോകണ്ടേ? നേരം ഇരുട്ടിയിരിക്കണു. ആ മതിഭ്രമത്തിനിടയിലും രാമൻകുട്ടി ഓർമ്മിപ്പിച്ചു. എന്നെ പറഞ്ഞു വിടാൻ തിടുക്കമായല്ലേ? ഓ, ഞാൻ അന്യാണല്ലോ.
തമാശ പോലെയാണ് ഹിമ എന്ന് പറഞ്ഞതെങ്കിലും എല്ലാവരുടെയും ഹൃദയം നൊന്തു. ഹിമ എന്നും എൻ്റെ അനിയത്തിയാണ്. നിനക്കെപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. നിന്റെ സാമീപ്യം ഞങ്ങൾക്ക് തരുന്ന ആശ്വാസം എത്ര വലുതാണെന്നോ രവിയുടെ ഒച്ചയിടറി. നമ്മൾ ഒത്തുകൂടുന്ന ദിവസമല്ലേ ഇത്? ഈ രാത്രി ഞാനിവിടെ കഴിഞ്ഞോട്ടെ. നാളെ സിദ്ധാർത്ഥന്റെ അരികിലേക്ക് പോകാമെന്ന് ഡാഡിയോട് സമ്മതിച്ചിരിക്കുക. ഓർമ്മയിൽ സൂക്ഷിക്കാൻ നന്ദിയത്തെ ഒരു രാത്രി എനിക്ക് വേണം. ഡാഡിയും മമ്മിയും സമ്മതിക്കോ? രവി ചോദിച്ചു. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഹിമ ചിരിയോടെ എഴുന്നേറ്റു. ഫോണിലൂടെ ഡാഡിയോട് സംസാരിച്ച് അവൾ സമ്മതം വാങ്ങി. അത്താഴത്തിന് എല്ലാവരും ഒന്നിച്ചിരുന്നു. സേതുലക്ഷ്മിയെ ഹിമ നിർബന്ധിച്ചിരുത്തി. രവിയും രാമൻകുട്ടിയും ആഹാരം കഴിച്ചു പോയപ്പോൾ സേതുലക്ഷ്മിയും ഹിമയും ഒരുപാട് സമയം അവിടെ തന്നെ സംസാരിച്ചിരുന്നു. നന്ദിയത്ത് ആനന്ദത്തോടെ കഴിഞ്ഞ പഴയ കാലത്തെപ്പറ്റിയാണ് ഹിമ സംസാരിച്ചത്. ഒരിക്കൽ പോലും പുതിയ ജീവിതത്തെപ്പറ്റി അവൾ ശബ്ദിച്ചില്ല. ആ സമയം ഹരിയുടെ അസ്ഥിത്തറയുടെ മുന്നിൽ ചെന്നിരുന്ന് രവി പൊട്ടിക്കരയുകയായിരുന്നു. അടുക്കളയിൽ നിന്ന് രണ്ടാളും ഹാളിൽ വന്നു. നേരം വൈകി, രാവിലെ പോകാനുള്ളതല്ലേ? സേതുലക്ഷ്മി ഓർമ്മിപ്പിച്ചു. ഞാൻ ഇന്ന് പഴയ മുറിയിൽ തന്നെ കിടക്കാം. ഹരിയുടെ ഓർമ്മകളുമായി ഒരു വിങ്ങൽ ആ വാക്കുകളെ വിഴുങ്ങി. ഹരിയുടെ മുറിയിലേക്ക് ഹിമ കയറിപ്പോയി. വാതിൽ ചാരിയിട്ട് അവൾ തിരിഞ്ഞപ്പോൾ കണ്ടത് മേശപ്പുറത്തിരുന്ന ഹരിയുടെ ചിത്രമായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് അവൾ കട്ടിലിൽ വന്നിരുന്നു. കുറേ നേരം അവൾ അതിൽ നോക്കിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മറഞ്ഞപ്പോൾ ഫോട്ടോ നെഞ്ചോടമർത്തി അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് ചെന്ന് അലമാര തുറന്നു. താൻ വെച്ചിട്ട് പോയ അതേ സ്ഥാനത്തിരുന്ന വിവാഹ പട്ടുസാരി അവൾ പുറത്തെടുത്തു. ഹിമയുടെ ഹൃദയം പൊടിഞ്ഞുപോയി. സാരി മുഖത്തോട് ചേർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. സേതുലക്ഷ്മി മുറിയിൽ ചെന്നപ്പോൾ രവി അവിടെ ഇല്ലായിരുന്നു. അവൾ കട്ടിലിൻ്റെ അരികിലിരുന്നു. ആദ്യമായി ആ മുറിയിലേക്ക് കടന്നു ചെന്ന നിമിഷങ്ങൾ അവൾ ഓർത്തുപോയി. തൻ്റെ കണ്ണീര് വീണ് കുതിർന്ന മുറിയാണിത്. കാൽപതനം കേട്ടപ്പോൾ സേതുലക്ഷ്മി എഴുന്നേറ്റു. രവി മുറിയിലേക്ക് കയറി വന്നപ്പോൾ അവളുടെ ഹൃദയത്താളം വർദ്ധിച്ചു. അവളെ നേരിടാനാകാതെ രവി ജനലഴിയിൽ പിടിച്ച് കുറേ നേരം നിന്നു. തെല്ലിട മൗനം കനത്തു. രവി പതിയെ മുഖം തിരിച്ചവളെ നോക്കി. സേതു, നിനക്കെന്നോട് എങ്ങനെ പൊറുക്കാൻ കഴിഞ്ഞു? താണസ്വരത്തിൽ അയാൾ ചോദിച്ചു. ഞാനും തെറ്റ് ചെയ്തവളല്ലേ? ഈ വീട്ടിൽ കാലുകുത്താനുള്ള യോഗ്യത എനിക്കുണ്ടായിരുന്നോ? രവിയേട്ടനെ ആദ്യം ചതിച്ചത് ഞാനല്ലേ? അമ്മ തന്ന പൊന്നിട്ടല്ലേ ഞാൻ? തുടർന്ന് പറയാനാകാതെ അവൾ വിങ്ങിപ്പൊട്ടി. രവി മുന്നോട്ട് വന്നവളെ നെഞ്ചോടമർത്തി ഭ്രാന്തമായി ശിരസിൽ ചുംബിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കണ്ണീരോടെ അയാൾ പിറുപിറുത്തു. കണ്ണീരിൽ കുതിർന്ന് ആ രാത്രി മാഞ്ഞുപോയി. രാവിലെ രവിക്കും രാമൻകുട്ടിക്കും സേതുലക്ഷ്മി ചായ കൊണ്ടുവന്നു കൊടുത്തു. ഒരു കപ്പ് ചായയുമായി അവൾ ഹിമയുടെ മുറിയിൽ വന്നു. ഹിമ ഉണർന്നിരുന്നില്ല. നല്ല മഞ്ഞുള്ള പ്രഭാതമായിരുന്നു അത്. സുഖം പിടിച്ചവൾ കിടക്കുകയാണെന്ന് സേതുലക്ഷ്മിക്ക് മനസ്സിലായി. ഹിമയുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം തെളിഞ്ഞു നിന്നു. വിവാഹത്തിന് ഹരി വാങ്ങിയ പട്ടുസാരിയാണ് അവൾ ഉടുത്തിരുന്നത്. നെഞ്ചിൽ കമിഴ്ത്തി വെച്ചൊരു ഫോട്ടോ. ഹിമയെ ഉണർത്താതെ സേതുലക്ഷ്മി ഫോട്ടോ എടുത്തു മാറ്റി. ഹരിസാറിന്റെ മുഖം കണ്ടപ്പോൾ അവളുടെ നെഞ്ചു നീറി. ഫോട്ടോ മേശപ്പുറത്ത് വച്ചു. നേരം വെളുത്തൂട്ടോ? അവൾ കുനിഞ്ഞ് ഹിമയുടെ തോളിൽ കൈവച്ചു. ആ ശരീരം തണുത്തു മരവിച്ചിരുന്നു. സേതുലക്ഷ്മി ഭയന്നുപോയി. കാൽപാദം നനഞ്ഞപ്പോൾ അവൾ നിലത്തു നോക്കി. രക്തപ്രളയം. രവിയേട്ടാ! സേതുലക്ഷ്മി അലറി വിളിച്ചു. ചായക്കപ്പ് നിലത്തു വീണു ചിതറി. ഹിമയുടെ പാദങ്ങളിൽ അവൾ കുഴഞ്ഞു വീണു. മുറിയിലേക്ക് രവിയും രാമൻകുട്ടിയും പാഞ്ഞു വന്നു. ഹിമയുടെ വലതു കൈത്തണ്ട പിടിച്ച് രാമൻകുട്ടി നിലവിളിച്ചു പോയി. എന്റെ മോളെ! കൈത്തണ്ടയിൽ നിന്നും വാർന്ന കൊഴുത്ത ചോര അപ്പോഴും കട്ട പിടിച്ചിരുന്നില്ല. ഹനിയത്തി! പൊട്ടിക്കരഞ്ഞുകൊണ്ട് രവി നിലത്ത് മുട്ടുകുത്തി വീണു. ഹിമയുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് കുഞ്ഞിനെപ്പോലെ അയാൾ ഏങ്ങിക്കരഞ്ഞു. തോൽപ്പിച്ചല്ലോ മോളെ നീയും. മേശപ്പുറത്ത് നിവർത്തിവെച്ച പേപ്പറും അതിനുമീതെ അടയ്ക്കാതെ വച്ച പേനയും ഇരിപ്പുണ്ടായിരുന്നു. ഫാനിന്റെ കാറ്റിൽ പേപ്പർ വിറച്ചുകൊണ്ടിരുന്നു. അതിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: ഞാൻ എൻ്റെ ഹരിയുടെ അരികിലേക്ക് പോവുകയാണ്, ഹിമ. പ്രിയപ്പെട്ടവരെ, തുളസീദളം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ ഞങ്ങൾ പുതിയൊരു കഥയുമായി വരും. അതിനു മുമ്പ് തുളസീദളത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. തുളസീദളത്തിന് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.